മലപ്പുറം MSP ആസ്ഥാനത്ത് ഉദ്യോഗസ്ഥർ കീഴ് ജീവനക്കാരെ കൊണ്ട് നിരന്തരം വീട്ടുജോലികൾ ഉൾപ്പെടെ ചെയ്യിക്കുന്നു. ഡിപ്പാർട്ട്മെന്റിലേക്ക് പുതുതായി കടന്നുവരുന്ന യുവാക്കളെ കേന്ദ്രീകരിച്ചാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഈ ചൂഷണം. പലപ്പോഴും ഉദ്യോഗസ്ഥരുടെ ഭീഷണികൾക്ക് വഴങ്ങി ജോലി ചെയ്യാൻ തയ്യാറാകുകയായിരുന്നുവെന്ന് ഇരകൾ റിപ്പോർട്ടറോട് പറഞ്ഞു. റിപ്പോർട്ടർ ഇൻവെസ്റ്റിഗേഷൻ. ഇതിനു മുൻപും സമാനമായ പരാതികൾ MSPയിലെ തന്നെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരുന്നു. ഏറ്റവും ഒടുവിൽ MSPയിലെ അസിസ്റ്റന്റ് കമാൻഡന്റായ വിശ്വംഭരനെതിരെയാണ് വ്യാപകമായ പരാതികൾ ഉയരുന്നത്. ഇയാളുടെ ക്വാർട്ടേഴ്സ് കേന്ദ്രീകരിച്ച ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന തെളിവ് സഹിതം ബോധ്യപ്പെട്ടു. ഞങ്ങൾ ക്വാർട്ടേഴ്സിലെത്തുമ്പോഴും MSPയിലെ സാബു എന്ന ഉദ്യോഗസ്ഥൻ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇയാൾ MSPയിലെ ജീവനക്കാരനാണെന്ന് വളരെ വേഗം തിരിച്ചറിയാനായി. ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടാകുന്ന പീഡനങ്ങൾ ഭയന്നാണ് ആരും ഇത് പുറത്തു പറയാൻ തയ്യാറാകാത്തതെന്ന് ജീവനക്കാർ പറയുന്നു. പറഞ്ഞതിന്റെ പേരിൽ പീഡനം ഏറ്റുവാങ്ങേണ്ടതെന്ന് ആരെങ്കിലും അറിയോ? പറഞ്ഞതിന്റെ പേരിൽ പറഞ്ഞാലും പിന്നെ പീഡനം വരില്ലേ? പോലീസിനകത്ത് ശിക്ഷിക്കാൻ ഇഷ്ടംപോലെ വകുപ്പുണ്ടേ. അതിന്റെ ഈ ബൈറ്ററിനകത്ത് അല്ലാതെ പേടിത്തൊണ്ടന്മാരായിട്ട് നല്ല കിടിലന്മാരൊക്കെ ഇതിനകത്തുണ്ട്. ഡിപ്പാർട്ട്മെന്റിലേക്ക് പുതുതായി കടന്നുവരുന്ന യുവാക്കളെ കേന്ദ്രീകരിച്ചാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഈ ചൂഷണമെന്നും ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി. കഠിനമായ പരിശീലനം പൂർത്തിയാക്കി തികഞ്ഞ ആത്മാർത്ഥതയോടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് കടന്നുവരുന്ന യുവാക്കളെ പുറകോട്ടടിക്കുന്നതാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഈ നിലപാട്. ഈ വിഷയത്തിൽ ഇനി അടിയന്തര നിലപാട് സ്വീകരിക്കേണ്ടത് സംസ്ഥാന ആഭ്യന്തര വകുപ്പാണ്. മലപ്പുറത്ത് നിന്ന് ക്യാമറമാൻ അഖിലോട്ടുപാറയ്ക്കൊപ്പം നിഖിൽ പ്രമേഷ്, റിപ്പോർട്ടർ.